ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഭാഗമായി ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് ഹാർഡർക്ലൂം എന്ന് പറയുന്ന സ്ഥലത്ത് പോയതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഹാർഡർക്ലൂം എന്ന് പറയുന്നത് നമ്മൾ ഇന്റർലേക്കിൽ നിന്നുമാണ് പോകേണ്ടത്. ഇന്റർലേക്കിനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടേക്കാണ് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർട്ടിലും ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്റർലേക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ മനോഹരമായൊരു ലേക്കാണ്. നല്ല എംബ്രാൾഡ് കളറിൽ, നല്ല പച്ച കളറിലൊരു അടിപൊളി ലേക്കാണ്. അതിന് ചുറ്റിലും തുലിപ്സ് പൂക്കളൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ലേക്കാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഹാർഡർക്ലൂമിലേക്ക് പോകുന്നത് ഈ ഒരു ട്രെയിനിൽ നിന്നാണ് പോകുന്നത്. ഈ ഒരു ട്രെയിൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങ് ദൂരെ ആ മലമുകളിൽ നിന്നാണ് ഈ ട്രെയിൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ അത്രയും ഉയരത്തിലാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു 1322 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹാർഡർക്ലൂം. അവിടേക്ക് പോകാൻ നമ്മൾ മെയിനായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ ഒരു ട്രെയിനാണ്. ഈ ട്രെയിൻ ഉപയോഗിക്കാതെ ആൾക്കാർ ട്രെക്കിംഗ് ആയിട്ടും ഇങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് മാർഗ്ഗം വേണോ ഉപയോഗിക്കാം. ഈ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഹാർഡർക്ലൂമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 34 CHF ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാഫ് ട്രാവൽ കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 16 CHF ആയിട്ടുള്ളൂ ടിക്കറ്റ് റേറ്റ്. അങ്ങനെ നമ്മൾ അതിൽ കയറി ആണ് പോകുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് നമ്മളവിടെ കാണിച്ച് സ്റ്റേഷനകത്ത് കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴാണ് ട്രെയിൻ വരുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ ട്രെയിനിൽ കയറി മുകളിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്യൂ, നല്ല തിരക്കും ഒക്കെ ആയിരുന്നു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൽ മേളിലേക്ക് കയറി പോകും തോറും നമുക്ക് ആ ഒരു പട്ടണത്തിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കാണുന്ന പോലത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായിട്ട് ആ ഗ്ലാസ്സിലൂടെ നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മേളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഇതുപോലെ ഇരുട്ടും മൂടിയ ടണലിലൂടെയൊക്കെ കയറി വേണം പോകാൻ. അവിടെയായിട്ട് ചുവപ്പും കളറിലെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കയറിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മുകളിലെത്തുന്നതാണ്. ഈ ഒരു കേബിൾ കാറിനെ ഡിപ്പെൻഡ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് 2.5 മണിക്കൂർ കൊണ്ട് ഈ ഹാർഡർക്ലൂമിൻ്റെ മുകളിലെത്താൻ കഴിയും. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് ഈ ഒരു കേബിൾ കാറിലാണ് ഞങ്ങൾ ഏറ്റവും മുകളിലേക്ക് പോയത്. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ പോയ സീസണിൻ്റെ പ്രത്യേകതയാണ്. വിൻ്റർ സീസണിൽ ഈ കേബിൾ കാർ പ്രവർത്തിക്കുന്നതല്ല. ഒറ്റ ഓപ്ഷൻ ആ ട്രെക്കിംഗ് ആണ്. അതുപോലെ വിൻ്ററിൽ കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്ത് ഏറ്റവും മുകളിലെത്തുമ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു 360 ഡിഗ്രി പനോരമിക് വ്യൂ ഉള്ള റെസ്റ്റോറൻറ്റ്. അതും വിൻ്ററിൽ ഓപ്പൺ അല്ല. എന്തുകൊണ്ടും നമ്മൾ സഞ്ചരിച്ച സീസണിൻ്റെ പ്രത്യേകതയാണ് ഇതെല്ലാം ആസ്വദിക്കാൻ കഴിഞ്ഞത്. ട്രക്ക് ചെയ്ത് മുകളിൽ കയറുവാനാണ് പ്ലാനെങ്കിൽ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ തന്നെ 2 പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകളുണ്ട്. അതുവഴി വളരെ എളുപ്പം മുകളിലെത്താമെന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഒരു കാര്യം ഓർക്കുക, 2.5 മണിക്കൂർ ട്രക്ക് ചെയ്ത് ഏറ്റവും മുകളിലെത്തി അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും 2.5 മണിക്കൂർ ട്രക്ക് ചെയ്ത് വേണം താഴേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് അത്രയും വലിയ സാഹസം എടുക്കാൻ ഒരു കാരണവശാലും ഞങ്ങളെക്കൊണ്ട് ആക്കുമായിരുന്നില്ല. അല്പനേരത്തെ ആ കേബിൾ കാർ യാത്രയ്ക്ക് ശേഷം മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഒരു അത്ഭുതകരമാണ്. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പാരാഗ്ലൈഡിംഗ് ചെയ്ത് ആളുകൾ പോകുന്നത് കാണാൻ കഴിയും. സാധാരണ നമ്മൾ പാരാഗ്ലൈഡ് ചെയ്യുന്ന ആൾക്കാരെ താഴെ നിന്ന് മുകളിലേക്കാണ് നോക്കുന്നത്. എന്നാൽ ഈ കാഴ്ച നേരെ തിരിച്ചാണ്. നമ്മൾ മുകളിലും പാരാഗ്ലൈഡ് ചെയ്യുന്ന ആ യാത്രക്കാരൻ താഴെയും. ഇവിടെ പ്രാദേശികമായി ഒരു ചൊല്ലുണ്ട്. ഇന്റർലേക്കിന് ഒരു രാജാവ് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും താമസിക്കുന്നത് ഈ പ്രദേശത്തായിരിക്കും. കാരണം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനും കാണാൻ കഴിയും. പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ട ചെറിയ സ്റ്റാച്യൂസാണ്, തടിയിൽ തീർത്തതാണ്. ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇത് മറ്റാരോ സ്വിറ്റ്സർലാൻഡിൻ്റെ കൊടിയുമായി നിൽക്കുന്ന കാഴ്ച. ഇവിടെ നിന്നെല്ലാം ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയും. അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഗേറ്റ് വേ ഓഫ് സ്വിസ് ആൽപ്സ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം 2 ലേക്കുകൾക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലേക്ക് ബ്രിൻസും ലേക്ക് തൂനും. ഈ മലമുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണ്.
അതിൻ്റെ പേര് തന്നെ പനോരമ റെസ്റ്റോറൻറ്റ് ഹാർഡർക്ലൂം എന്നാണ്. ആ പേര് കിട്ടാൻ തന്നെ കാരണം പേര് പോലെ തന്നെ അവിടെ നിന്നാൽ ഇൻ്റർലേക്കൻ്റെ ഒരു പനോരമിക് വ്യൂ ആണ് ലഭിക്കുന്നത്. 360 ഡിഗ്രി വ്യൂ. അവിടെ ഇരുന്നുള്ള സ്വിറ്റ്സർലാൻഡിലെ ഓത്തൻറ്റിക് ഡിഷസ് കഴിക്കുവാനായി ഒരുപാട് ടൂറിസ്റ്റുകൾ ആ റെസ്റ്റോറൻറ്റിൽ കയറുന്നതായി കണ്ടു. ഞങ്ങളും ആ റെസ്റ്റോറൻറ്റിൻ്റെ മെനു ഒന്ന് വാങ്ങി പരിശോധിച്ചു. സ്വിറ്റ്സർലാൻഡിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക ഓതൻറ്റിക് ഡിഷസും ഇവിടെയും ലഭിക്കും. അവയിൽ മിക്കതും ചീസും റൈസും സാൽമണും ഹോട്ട് ചോക്ലേറ്റും പ്രത്യേകതരം സൂപ്പുകളുമൊക്കെയാണ്. മലമുകളിലായതുകൊണ്ട് തന്നെ എല്ലാ ഡിഷസിനും താരതമ്യേന റേറ്റ് വളരെ കൂടുതലാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു ബ്രിഡ്ജ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് അത് പണിതിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇൻ്റർലേക്കൻ്റെ എല്ലാ ഭാഗവും കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, ഈ ബ്രിഡ്ജിന് അറ്റത്ത് തന്നെ ഒരു പശുവിൻ്റെ രൂപവും വെച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിലും പശുവാണല്ലോ അവരുടെ മെയിൻ എംബ്ലം. പശുവിനോട് ചേർന്ന് നിന്ന് ഫോട്ടോസ് എടുക്കുവാനായി ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരിവരിയായി നിൽക്കുന്നുണ്ട്. നമ്മളും കാത്തു നിന്നു. ഒരുപാട് നല്ല നല്ല ഫോട്ടോസും കിട്ടി. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് കുറേ പശുവെയൊക്കെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ആ ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ കയറാൻ നോക്കുക. പെട്ടെന്ന് ട്രെയിൻ കിട്ടും. എന്നിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാർഡർക്ലൂമിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു ട്രെയിൻ അങ്ങോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ഇതേ കുറേ ആൾക്കാർ നടന്നൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഏറ്റവും ബാക്ക് സൈഡിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇറങ്ങി വരുന്നതിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇൻ്റർലേക്കിനൊക്കെ കണ്ടാണല്ലോ കയറിപ്പോയത്. ഇതിപ്പോൾ നമ്മൾ ആ ബാക്ക് സൈഡൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഹാർഡർക്ലൂമും കണ്ടു. സ്വിറ്റ്സർലാൻഡ് സന്ദർശിക്കുന്നവരെ ഉറപ്പായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഹാർഡർക്ലൂം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നടന്നു. ഇത് ഇൻ്റർലേക്കിൻ്റെ ആ ഭാഗമാണ്. അവിടെ ഇങ്ങനെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർലേക്ക് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ പല ഭാഗത്തും നമുക്ക് ഇതുപോലെ ഫൗണ്ടൻസ് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് വെള്ളം നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ്. നല്ല തണുത്ത കുടിവെള്ളമാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ആവും. അതുകൊണ്ട് യൂറോപ്പ് ട്രിപ്പിൻ്റെ സ്വിറ്റ്സർലാൻഡിൽ ഞങ്ങൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ലായിരുന്നു. ഇതുപോലെ ബോട്ടിൽസിൽ ഫില്ലിയാണ് ചെയ്തത്. റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ അവർ ഫൗണ്ടൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.